പിള്ളേരില്ലടാ ആ ഒരു ചിന്ത 2024 കുറച്ച് മികച്ച പ്രാങ്കുകൾ. അതിൽ നമുക്ക് 2024 ലാസ്റ്റിൽ വന്ന ഒരു തീപ്പൊരി ഐറ്റം തന്നെ കാണാം. വെൽക്കം ബാക്ക് ടു അഷ്കർ ടെക്. എന്നെ ഓട്ടം വിളിച്ചോണ്ട് വന്നിട്ട് പറഞ്ഞ് സുരേഷിനെ കാണണം, കേക്ക് കൊടുക്കാനാന്ന് പറഞ്ഞു. എനിക്ക് ഇവനെ അറിയാം. നൂറിനാട് എൻ്റെ വീട്ടിൽ പണിക്ക് വന്നവനാ. ഇതാരാണ് നിന്റെ? എന്റെ ഭാര്യ. നീ കല്യാണം കഴിച്ചിട്ടുണ്ടല്ലേ എന്നോട് പറഞ്ഞേ? 2 പിള്ളേരില്ലോടോ, കൊച്ചു പിള്ളേർ. ഇത് വേറെ ട്രാക്കിലേക്ക് മാറുന്നുണ്ട്. അതിനെ ഒന്ന് ഓർത്തു. ഞാൻ പോകാം. എനിക്ക് ഇവനോട് സംസാരിച്ചിട്ട് വേണേ പോകേണ്ടത്. ഭാര്യ ഒന്നുമില്ലെന്നല്ലേ എന്നോട് പറഞ്ഞത്. ഇപ്പൊ ഭാര്യയുടെ ഇപ്പൊ കണ്ടല്ലോ. അല്ല പറ, എനിക്കിപ്പോ രണ്ടെണ്ണത്തിനെയും വേണ്ട. ഇവനിപ്പോ രണ്ടെണ്ണത്തിനെയും വേണ്ട. രണ്ടെണ്ണത്തിനും വേണ്ട. ഓട്ടോ ഡ്രൈവർ അവിടെ നിന്ന് നല്ല കൊടുക്കുന്നുണ്ട്, മൂടാക്കി വിടുന്നുണ്ട് ഓട്ടോ ഡ്രൈവർ. ഈ സത്യം പറയുകയാണെങ്കിൽ ഈ പ്രാങ്കൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ടൈപ്പ് സാധനം ചെയ്യണം കേട്ടോ. ഇതല്ലാതെ ഈ പുറത്ത് മറ്റേ എന്തായിരുന്നു വാട്ടർ ബലൂൺ എറിയുക, പിന്നെ പാമ്പിനെ കെട്ടി തൂക്കിയിട്ട് ഇത് കാണിക്കുക, കോമാളിത്തരം, അതൊന്നല്ല. ഇങ്ങനെയൊക്കെ ഒരു റിയാലിറ്റി, ഭയങ്കര റിയാലിറ്റി ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വരും. ഇവന്റെ സ്വഭാവം ഇങ്ങനെ തന്നെയാണോ? ക്രിസ്മസ് അല്ല അവന് കേക്ക് കൊടുക്കാതെ. പിന്നെ ഞാൻ അവന് പഠിച്ച കേക്ക് പിന്നെ ആർക്ക് കൊടുക്കണം? പിന്നെ അവന് കൊടുക്കാൻ കൊണ്ടുവന്ന കേക്ക് ഞാൻ അവന് കൊടുക്കും. എന്നെ എന്തിനാ നോക്കുന്നേ? നീ ഇയാളെ കൂട്ടുകാരനല്ലേ? എന്നെ കൂട്ടുകാരനാണ്. എന്നോട് എങ്ങനെ പറഞ്ഞിട്ടാണ് വണ്ടി വിളിച്ചോണ്ട് വന്നത്? ഇവിടെ വന്നു കഴിഞ്ഞപ്പോ നിങ്ങളുടെയൊക്കെ സ്വഭാവം ഇങ്ങനെയാണെന്ന് ഞാനിപ്പോ അറിയുന്നുണ്ട്. ഞാനോടല്ലേ കൊടുക്കുന്നത്? ഇപ്പൊ ഫോൺ വിളിക്കുന്ന അറിയത്തില്ലായിരുന്നോ? കൂട്ടുകാരൻ? എനിക്ക് എന്റെ ഒരു മുഖത്തൊരു എക്സ്പ്രഷൻ നിങ്ങൾ നോക്കി, ഒരു മുഖത്ത് ഒരു ചെറിയൊരു ചിരി പോലും വരുന്നില്ല. ചെറിയൊരു ചിരി വരുമ്പോ ഒക്കെ പാളും, സ്വാഭാവികം. ഇങ്ങനെയൊക്കെയാണ് ശരിക്കും ആക്ട് ചെയ്യേണ്ടത്. ഞാനങ്ങ് പോകും. എനിക്കും കേക്കും വേണ്ട, ഒന്നും വേണ്ട. എനിക്ക് അവനെ അറിയാം. എന്റെ വീട്ടിൽ പണിക്ക് വന്നിട്ട് പണിക്കൊന്നും ഞങ്ങൾക്ക് പരിചയമുണ്ട്. നീ കേക്ക് കുടിക്കും. എനിക്ക് കേക്കും വേണ്ട, ഒന്നും വേണ്ട. പിള്ളേരില്ലടാ ആ ഒരു ചിന്ത. ചെവിയും മൂക്കും മുഖവും പല്ലും കണ്ണും എല്ലാം കൂടെ ഒരുമിച്ചാ പോയത്. കൊടുക്കുമ്പോ ഇങ്ങനെ കൊടുക്കണം. അത് മുഖവും പല്ലും മാത്രമേ കുടുങ്ങിയുള്ളൂ. ഇത് ഇതാണ് റിയൽ അടി. സിനിമയിലുള്ള പോലെ അല്ല, കറക്റ്റ് റിയൽ അടി. സൗണ്ട് എഫക്റ്റ് ചെറുതായിട്ട് കയറ്റിയിട്ടുണ്ടാവും. റിയൽ അടി വേണമെങ്കിൽ കണ്ടോളൂ. രണ്ടെണ്ണം വീതം എടുത്ത് കിട്ടിയത്. അയ്യോ, എന്തിനു കരഞ്ഞോണ്ട് പോന്നേ? അയ്യോ, ചീത്ത ഒന്നും വിളിക്കാതെ. വീപ്പിട്ടനെ കൊണ്ട് പിന്നെ എന്നാലും മനസ്സിലാവും. കുണപ്പിക്കേണ്ട കാര്യമില്ല. ഇത് ഫുള്ള് കാണിച്ച പ്രശ്നമാവും. നമുക്ക് നെക്സ്റ്റ് വേറെ ഏതെങ്കിലും നമുക്ക് നോക്കാം. കഴിഞ്ഞ വർഷത്തെ എൻഡിലുണ്ടായിരുന്ന ഒരു തീപ്പൊരി ഐറ്റം ആയിരുന്നു. ഒരു രക്ഷയില്ല, എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. നെക്സ്റ്റ് ഹലോ ചെന്ത്, ഞാൻ സബോളയുടെ വന്നിട്ടുണ്ട്. ഇതില്ലേ സബോള ഉള്ളിൽ ഇത് നമ്മളെ ഇത് എത്ര അത് 2 വർഷം മുമ്പുള്ള 2024 2 വർഷം മുമ്പുള്ളതാണ്. പക്ഷേ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് ഈ വീഡിയോ ഇവിടെ കാണിച്ചിട്ടില്ലെങ്കിൽ ഉറക്കം വരില്ല. എന്ത് കഷ്ടാണ് ഭായി. ചേട്ടാ സബോളക്ക് എന്തായാലോ എന്നാ ഒരു ആക്ടിങ് ആണ്. ഈ വീഡിയോ കഴിഞ്ഞ ഇതിന് മുമ്പ് ഞാൻ പ്രാങ്കിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ, അതിൽ കാണിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. എന്തായാലും ഇതൊന്നും ഉള്ളിയോ 40 ഓക്കെ. ഉള്ളിക്ക് 40 റുപ്യ പറയണെന്തി അവസ്ഥ എന്താണ്? ഒന്നുകൂടെ ചേട്ടാ പിന്നെ എന്റെ പ്രാങ്കാന്ന് പറഞ്ഞു ഒഴിവാക്കിയത് കൊണ്ട് രക്ഷപ്പെട്ട്. ഇതെന്തായാലും സ്ക്രിപ്റ്റ് എല്ലാം തോന്നുന്നുണ്ട് കണ്ടിട്ട്. 2 കൂടി കിട്ടണ്ടായിരുന്നു. ഇതൊക്കെ മഹാ തെമ്മാടിത്തരം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ബൈക്ക് നമ്മൾ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട്, എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. പ്രാങ്കല്ല, വേറൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നത്. ഇത് നമ്മൾ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് എന്തെങ്കിലും പ്രോഗ്രാമിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയിരിക്കും. അപ്പോൾ ഓരോരുത്തന്മാർ വാട്ടർ ബലൂണിൽ വെള്ളം നിറച്ച്, വെള്ളം മാത്രമല്ല വേറെ എന്തൊക്കെയോ നിറച്ചിട്ട് കൊണ്ടുവന്നിടുന്ന പ്രാങ്കൊക്കെ ഉണ്ട്. ഇതൊക്കെ മഹാ തെമ്മാടിത്തരാണ്. ഇതെറിഞ്ഞിട്ട് പിന്നെ ഇത് ഉണക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? എന്നിട്ട് പ്രാങ്കാണെന്ന് അറിയുക. ക്യാമറ അവിടെ ഉണ്ടെങ്കിൽ ഇതിന് ഇപ്പോൾ AI ക്യാമറ കാണിച്ചിട്ട് ക്യാമറ ഉണ്ടെന്നൊക്കെ പറയുന്ന സിറ്റുവേഷൻ വരാൻ പോവുകയാണ്.
വെറുതെ മെക്കിട്ട് കയറുക ഓരോരുത്തർ, എന്നിട്ട് അത് വീഡിയോ എടുത്തിട്ട് ഇതാക്കി BGM ഒക്കെ കയറ്റി യൂട്യൂബിൽ. ഇത് ഇങ്ങനല്ല. ഈ വെള്ളം ആളുകളെ ബുദ്ധിമുട്ടാക്കുന്ന രീതിയിലുള്ള പ്രാങ്കുകളൊക്കെ ഒഴിവാക്കണം. വെറുതെ അല്ല അടി കിട്ടുന്നതും കേസാകുന്നതും ജയിലിലാകുന്നതും ഒക്കെ. ഇത് ജനങ്ങളെ ബുദ്ധിമുട്ടാക്കുന്ന രീതിയിലുള്ള പ്രാങ്കുകൾ മാക്സിമം ഒഴിവാക്കി ബാക്കി ഒരുപാട് സംഭവങ്ങളുണ്ടല്ലോ, എൻ്റർടൈനിങ് ആയിട്ടുള്ള വേറെ ഒരുപാട് സംഭവങ്ങളുണ്ട്. നമ്മൾ നേരത്തെ കണ്ടു, അത് വേറെ പല പല രീതിയിലേക്കും എത്തും. കൊലപാതകങ്ങൾ വരെ വന്നേക്കാം. പ്രാങ്കാണ്, വീഡിയോ അവിടെ ഉണ്ട്, ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടല്ലോ. കുത്തി കത്തി ഇങ്ങോട്ട് ഊരുമ്പായിരിക്കും പറയുന്നത്, പിന്നെ അത് ക്യാമറ ഉണ്ട് പ്രാങ്കാണെന്നൊക്കെ. അപ്പം ചെറിയ ഇത് പുറത്തുള്ള നമ്മൾ ഈ ഫോറിൻ വീഡിയോസുകളൊക്കെ കണ്ടാൽ നമുക്ക് ഒരുപാട് വീഡിയോസുകളുണ്ട്, അതൊക്കെ കണ്ടാൽ മനസ്സിലാവും അടിപൊളിയായിട്ട് വേറെ പ്രാങ്ക് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ കണ്ടെന്താ, ഒരു കുട്ടിയെയും പിടിച്ച് കല്യാണം കഴിഞ്ഞ ആ ഒരു സമയത്തുള്ള എന്താണെന്ന് തോന്നുന്നു ആ ഒരു ഡ്രസ്സിലുള്ളത്, അതിനെയും പിടിച്ചുകൊണ്ട് അങ്ങോട്ട് ഓടുന്നത്. പക്ഷേ അതല്ല സംഭവം. യെസ്. അപ്പോൾ ഇത് എങ്ങനെ നടന്ന് വന്ന് അതിലെ കൈ നിലത്ത് കുത്തിയിട്ടോ അല്ല കൈ എന്തോ ഇതൊക്കെ കണ്ടില്ലേ. ഇത് കുറേ ആളുകളുടെ എക്സ്പ്രഷൻ അവിടെ നമുക്ക് കാണാൻ പറ്റും. ചെറിയൊരു വീഡിയോ 12 സെക്കൻഡേ ഉള്ളൂ. ചെറുതായിട്ടൊന്ന് പാളിയിട്ടുണ്ട് സൈഡിൽ, പക്ഷെ എന്നാലും ചേട്ടന് ഇങ്ങനെ നോക്കിയിരുന്നുണ്ട്. 2 കൊണ്ട് 2 കാലും കൊണ്ട് തന്നെ നടക്കാൻ പറ്റുന്നുണ്ട്. ഇതെന്താ സംഭവം എന്നുള്ളൊരു ഇതിലാണ് നിൽക്കുന്നത്. ചേച്ചി അവിടെ നിന്ന് ഇങ്ങനെ പിന്നെ ഇങ്ങനെ തിരിഞ്ഞിരുന്ന് നോക്കുന്നുണ്ടല്ലേ. ഇയാള് ഒരു അടിപൊളി ആളാണ്. ഇയാളെ പേരെന്തായിരുന്നു, M4 പ്രാങ്ക് കഴിഞ്ഞ ഏതൊരു വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്തെന്ന് തോന്നുന്നുണ്ട്. നല്ല ഒരുപാട് വീഡിയോ ചെയ്യുന്നുണ്ട് വെറൈറ്റി ആയിട്ടുള്ള. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിലുണ്ടായിരുന്നു. എന്തായാലും ഇത് കുഴപ്പമില്ല. നെക്സ്റ്റ് തിരക്കിലാണോ? ഇതാണ് നമ്മുടെ പുതിയ ആള്, പ്രാങ്ക് യൂണിവേഴ്സിലേക്ക് വന്നിട്ടുള്ള പുതിയൊരാളാണ്. മാസിക്ക എന്നാണ്, വേറെ എന്താ പേര് അറിയില്ല. ഹലോ, തിരക്കിലാണോ? പേരെന്താ? എടേ ഇങ്ങനെ ചാടിട്ടെ. ഹലോ, ഭയങ്കര ചാടായിട്ട്. ഹലോ, എന്താ പേര്? ഐശ്വര്യ. എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്നറിയില്ല. അല്ല, ഞാൻ തുടങ്ങിയില്ല. ഇത് ഇവന്റെ 3 ലക്ഷം ലൈക്ക്. ഇത് ഇവന്റെ ഇതേപോലെയുള്ള ഒരുപാട് വീഡിയോ ഉണ്ട്. സ്ലാപ്പ് ഹഗ്. ആ സൗണ്ട് എഫക്റ്റ് ഇട്ട് കയറ്റിയതാട്ടോ. കിസ്സോർ സ്ലാപ്പ്, അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട്. ഇതില് ഹഗ് ഓർ സ്ലാപ്പും പിന്നെ സ്ലാപ്പ് ഓർ കിസ്സും അങ്ങനെ ഓരോ ഐറ്റംസ് ഉണ്ട്. ഇവനിപ്പോൾ എന്തായാലും ഇവനെങ്ങോട്ടാ പോകുന്നത്? ട്രെയിനൊക്കെ കയറി പോവാന്ന്. ഡൽഹിയാ? അപ്പോൾ ഇവിടുന്ന് ആരെടുത്തൊന്നും ഹഗ് കിട്ടിയില്ല, ഓൺലി സ്ലാപ്പ്. അപ്പം കേരളം വിട്ടപ്പം ഫുള്ള് ഹഗ് കിട്ടി. ജസ്റ്റ് കണ്ടന്റ് ക്രിയേഷൻ. നെക്സ്റ്റ്. ഹലോ, തിരക്കിലാണ് നമ്മള് ഒരു കാര്യത്തിന് വേണ്ടി ഞങ്ങള് കപ്പിൾസാണ്, ഞങ്ങൾ രണ്ടാളും. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് സാക്ഷി, ആരും പറയണില്ല, എല്ലാവർക്കും പേടി. സാക്ഷി ഒപ്പിട്ടാ മതി രജിസ്റ്റർ ഓഫീസിൽ. ഒന്ന് വരാൻ പറ്റുമോ? വേറെ വഴിയില്ലാത്ത വീട്ടിൽ നിന്ന് ഒളിച്ചോടി വന്നതാണ്. എനിക്ക് ഇവനില്ലാണ്ട് പറ്റില്ല, അതുകൊണ്ടാണ്. എനിക്കും വല്ലാണ്ട് പറ്റില്ല. എനിക്ക് വല്ലാണ്ട് എന്റെ സുട്ടുമില്ലാണ്ട് പറ്റില്ല. സുട്ടുമോ. താങ്ക് യു ബേബി. അതൊന്നും കാണിക്കല്ലേ, ഗേൾസ് ആണല്ലേ. കാണിക്കല്ലേ ഷർട്ട് പൊങ്ങണോ? പൊക്കല്ലേ, വേറൊന്നും കാണിക്കല്ലേ. വരാൻ പറ്റുമോ? ഇത് ഇവർക്ക് രണ്ടുപേരുടെ തൊലിക്കട്ടി എന്ന് പറഞ്ഞിട്ടല്ലോ, അമ്മോ ഒരു രക്ഷയില്ല അവര്. നിങ്ങൾക്ക് ആരോടെങ്കിലും ക്രഷ് തോന്നാറുണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം പറയുന്നത്, നമ്മൾ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് വെൽ ഡ്രസ്ഡ് ആവുക എന്നുള്ളത് തന്നെയാണ്.
പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് ഏറ്റവും തൊട്ടടുത്ത നിമിഷം തന്നെ ഒരു സ്മൈല് കൊടുക്കാൻ പറ്റിയാൽ അതും നല്ലതാണ്. ഇപ്പം ഈ ഒരു ടൈപ്പ് കുറച്ച് പ്രാങ്കുകൾ വരുന്നുണ്ട്. പക്ഷെ കളിക്കാരൻ്റെ വീഡിയോ ഒന്നും ഇപ്പോൾ വരില്ല കേട്ടോ, കുറവാണ്. പേരെന്താണ്? മറൈൻ ഡ്രൈവാ. ഇപ്പൊ ഇവിടെ നിന്നാണ് എല്ലാരും ഡ്രൈവിംഗ് അടിക്കണേ. ഇത് മറ്റേ ഇത് ഈ ഒരു ടൈപ്പ് സാധനം കുറേ എണ്ണം ഇൻസ്റ്റഗ്രാം എടുത്ത് കറക്കിട്ടായിരുന്നു ഇങ്ങനെ ആ ഒരു ടൈപ്പ് സാധനം. അതിന്റെ ഒരു വേറെ ടൈപ്പ് ചെയ്താണ് പബ്ലിക്കില്. ഇവന് വേറെ എന്താ വെച്ചാൽ ട്രെൻഡിങ്ങിനനുസരിച്ച് ഇങ്ങനെ പോകുന്നുണ്ട്. അതൊരു വേറൊരു ഒരു ക്വസ്റ്റ്യൻ കറക്റ്റ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഐഫോൺ കിട്ടും. എല്ലാരും തെന്നി വീഴുന്ന രാജ്യം ഏതാണ്? ഗ്രീസ് അല്ലേ? യെസ്, ഐഫോൺ കറക്റ്റ് ആൻസറാണ്. ചാർജർ ഉണ്ടോ അതിന്റെ? ഇതിന് ചാർജർ ഉണ്ടോ? ഇതപ്പോ അൺബോക്സ് ചെയ്യും. ഞാൻ ചാർജർ എടുത്തിട്ട് വരാം. അൺബോക്സ് ചെയ്യും. ഞാൻ ചാർജർ എടുത്തിട്ട് വരാം. ചാർജറായിട്ട് വരാട്ടോ. ഇപ്പൊ വരാന്ന് പറഞ്ഞപ്പോ എനിക്ക് തോന്നി. കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ ഇത് ആ ഒരു ട്രെൻഡിങ്ങിന്റെ. അതായത് ഇതിപ്പോ നമ്മൾ ട്രെൻഡിങ് കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര ഒരു 2 മാസമോ 3 മാസം കണ്ടായിട്ടുള്ളൂ. യെസ്, ആ ടൈമിന് എടുത്തതാണ് കേട്ടോ ഇത്. അതോ എനിക്കൊരു വീഡിയോ എടുത്താൻ പറ്റുമോ? അതിലൊന്ന് എടുത്തരുമോ? ഡാൻസ് കളിക്കുന്നതായിരിക്കും എന്തെങ്കിലും. അപ്പോ ഗൈസ്, ഞാൻ വീട്ടിൽ ബോറടിച്ചിരിക്കുമ്പോഴാണ് ഞാൻ പുറത്തേക്ക് ചായ കുടിക്കാൻ ഇറങ്ങിയത്. അപ്പൊ ചായ കുടിക്കാൻ ഇറങ്ങിയപ്പോ ചായ എനിക്ക് ഇഷ്ടപ്പെട്ട്. അപ്പോഴാണ് എനിക്ക് കുറച്ച് ഫ്രണ്ട്സിന് കിട്ടി. അപ്പൊ എനിക്ക് സന്തോഷമായി. പൊന്ന് സഖി എന്തിനാ പിണക്കം എന്നോട് എന്തിനാ, അല്ലപ്പന്റെ കൽബ് ഞാൻ പോകുന്നു, വീട്ടിലിട്ട് നാട് വിട്ടത് എന്തിനാ. ഇതൊക്കെ എല്ലാ സ്ഥലത്തും ഫേമസ് ആണല്ലേ. അത് ഉണ്ട് സഖിയൊക്കെ കുഴപ്പമില്ല. അപ്പോൾ അത് പിന്നെ കുറേ കാലമായിട്ടുള്ളൊരു ട്രെൻഡിങ് ആണ്. എന്നാലും കുഴപ്പമില്ല. നെക്സ്റ്റ്, നിങ്ങൾ ആരെങ്കിലും നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടോ? ജീമുമ്പ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ 500 വരും. ഇൻസ്റ്റാ, യൂട്യൂബ്, ഫേസ്ബുക്ക് 3 ഫോളോ ചെയ്തതിന് ഇപ്പൊ 500. ആരും ഫോളോ ചെയ്യുന്നുണ്ടോ? ഇല്ല, ഫോളോ ചെയ്യുന്നില്ല. ഓക്കെ, മിസ്സായി. അപ്പൊ ഫോളോ ചെയ്ത് വെച്ചാൽ അടുത്ത പ്രാവശ്യം കാണുമ്പോൾ എന്തായാലും ഗിഫ്റ്റ് വാങ്ങിച്ചോളാം. ജീമുമ്പ കേട്ടോ. ചെയ്തിട്ടില്ല, ഫോളോ ചെയ്യുന്നില്ല, ഇപ്പൊ 500 വരും. ഫോളോ ചെയ്യുന്നില്ല, ഇല്ല. ജീമ്പൂമ്പ ഫോളോ ചെയ്യുന്നുണ്ടോ? ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ 500 വരും. ഫോളോ ചെയ്യുന്നില്ല, ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടോ? ഇല്ല. ജീമ്പൂമ്പ ഫോളോ ചെയ്യുന്നുണ്ടോ? പൊന്നു വെച്ച ആരാ ഇത്? ജീമ്പൂമ്പേ 4,32,000 ഫോളോവേഴ്സ്. എന്നെ ആരും അറിയില്ലടാ. അതാണ് ഗായ്സ്, കോഴിക്കോട് ബീച്ച് വന്നിട്ട് ഗായ്സ് ഇവിടെ ആരും ഫോളോ ചെയ്യുന്നില്ല. നമ്മളെല്ലാ ജില്ലയിലും വരുന്നതാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഫോളോ ആക്കി. ജീമ്പൂമ്പ ഫോളോ ചെയ്യുന്നുണ്ടോ? ഇല്ലല്ല. ചേട്ടനൊക്കെ ഇതിപ്പോ എവിടെ നിന്നുണ്ടായതാണ്? ഇത് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിരുന്നു. ഫോളോ ചെയ്യുന്നുണ്ടോ? ഫോളോ ചെയ്യുന്നില്ല. നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ? ഓടാതെ അവിടേക്ക് ഫോളോ ചെയ്യുന്നുണ്ടോ? 500 രൂപ കിട്ടാൻ പോകുന്നത്. നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ? ഇപ്പൊ ഫോളോ ചെയ്താൽ കിട്ടത്തില്ല. നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു കിട്ടിയേനെ. ചേച്ചി നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട് ഇപ്പൊ 500 രൂപ. ഫോളോ ചെയ്യുന്നുണ്ടോ? ഇല്ല. 3 ഫോളോ ചെയ്യുന്ന ഫോളോ നമ്മളിപ്പോ കൊടുക്കാൻ പറ്റില്ല. പിടയ്ക്കുന്ന 500 രൂപ. ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടോ? 4 പേർക്കും ആണ്ടാ ഇപ്പൊ അങ്ങോട്ട് തരുമോ? ആ പുള്ളി തരും. അപ്പൊ ഫോളോ ചെയ്ത് വെച്ചോ. അടുത്ത പ്രാവശ്യം കാണുമ്പോൾ എന്തായാലും ഗിഫ്റ്റ് വാങ്ങണം കേട്ടോ. അടുത്ത പ്രാവശ്യം ആ വൈക്ക് പോയിട്ട് ആ പഞ്ചായത്തിലേക്ക് പോലും പോകില്ല. എന്നെ അറിയത്തില്ല. ജീമ്പൂമ്പ ഇപ്പൊ തന്നെ ഫോളോ ചെയ്ത് വെച്ചോട്ടോ. ജീമ്പൂമ്പ കേട്ടോ. കൊടുത്തില്ലേ? ഫോളോ ചെയ്തിട്ടുണ്ടോ? ആരെങ്കിലും ഫോളോ ചെയ്തിട്ടുണ്ടോ? ഫോളോ ചെയ്തില്ല. ജീമ്പൂമ്പ ഫോളോ ചെയ്യുന്നുണ്ടോ? ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടോ? ജീമ്പൂമ്പ ഫോളോ ചെയ്യുന്നില്ല. ഇല്ല, ഫോളോ ചെയ്യുന്നില്ല. ഫോളോ ചെയ്യുന്നുണ്ട് ഇപ്പൊ 500 വരും. അപ്പൊ നമ്മുടെ ഫോളോ ആണ് ചെറുക്കൻ. ഇപ്പൊ ഇൻസ്റ്റ മാത്രമേ ഫോളോ ചെയ്തിട്ടുണ്ട്. യൂട്യൂബും ഫേസ്ബുക്കിൽ ഫോളോ ചെയ്തിട്ടുണ്ട്. അതിന് 500 രൂപയാണ് കിട്ടുന്നത്. ഇപ്പൊ ഇൻസ്റ്റ മാത്രം ഫോളോ ചെയ്തിട്ടുണ്ട്. നിനക്ക് എന്തായാലും പ്രൈസ് ഉണ്ട്, 100 രൂപ ഉണ്ട്. ദാരിദ്ര്യം 100 ഗുണം. ഞാൻ 500 വെച്ച് കൊടുക്കുന്നു. ഇവർ ഈ 500 കുറേ എണ്ണം എടുത്ത് കൊണ്ടെടുത്തിട്ട് ലാസ്റ്റ് 100 രൂപ എടുത്തു കൊടുത്തിട്ട്. ഇൻസ്റ്റ മാത്രം ഫോളോ ചെയ്യും. പിന്നെ ഇൻസ്റ്റ ഫോളോ ചെയ്യാനല്ലേ പറഞ്ഞത്, വേറെന്ത് ഫോളോ ചെയ്യാനാ പറഞ്ഞത്? വേറെന്താ പറഞ്ഞത്? ഇൻസ്റ്റാഗ്രാമിൽ കൊണ്ടുപോയി റീൽ ഇട്ടിട്ട് ഇൻസ്റ്റ ഫോളോ ചെയ്യുന്നുണ്ടോന്നല്ലാതെ പിന്നെ വേറെന്തോ ഫോളോ ചെയ്യുന്നുണ്ടോ ചോദിക്കണോ? ഓക്കെ, എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ കഴിഞ്ഞ വർഷത്തെ 2024 നടന്നിട്ടുള്ള പ്രാങ്ക്. ഇപ്പോൾ ഈ ലാസ്റ്റ് കാണിച്ച് 24 25 സ്റ്റാർട്ടിങ്ങിലാണ്. എന്തായാലും പ്രാങ്ക് അല്ല, വേറെന്തോ ഒരു സാധനം. വലിയ പ്രാങ്കുകളൊന്നും വന്നിട്ടില്ല. എല്ലാവരും മടുത്തും തോന്നുന്നുണ്ട്. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രാങ്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ആക്കി എന്തെങ്കിലും കേസും കൂട്ടൊക്കെ ആക്കുന്നാലേ നമുക്കൊക്കെ ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ. പ്ലീസ് പ്രാങ്ക് ചെയ്ത് എല്ലാവരോടും ഒന്ന്
തിരിച്ച് ഫീൽഡിലേക്ക് വരണമെന്നിട്ട് അപേക്ഷിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.